നമ്മൾ ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് കറുവപ്പട്ട ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ ഇളക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി. മീറ്റ് മസാലയാണ് ഞാൻ ഉപയോഗിച്ചത്. ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം, ചിക്കൻ മസാലയും ഉപയോഗിക്കാം. പിന്നെ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർക്കുക. അവസാനം നന്നായി തിളച്ചതിന് ശേഷം തേങ്ങാപ്പാലും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഇളക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച് മുട്ട ഒന്ന് ചേർക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായി. ഇനി നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഒരു 3 ഗ്ലാസ് വെള്ളം ഉപ്പിട്ട് നന്നായി തിളപ്പിക്കുക. ശേഷം അരിപ്പൊടി ഒരു പാത്രത്തിലിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുഴയ്ക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് നമുക്ക് സേവനാഴിയിൽ ഇങ്ങനെ ഒരു ഇല വാട്ടിയതിൽ വെച്ച് നമുക്ക് പരത്തി ആവിയിൽ വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും ഇടിയപ്പവും റെഡിയായി. ഇതിന് ഞങ്ങൾ നൂൽപുട്ട് എന്നും പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുക? കമന്റ് ബിലോ.